ഈ ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ പഠിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും ബട്ടറും 1 ഏലക്കയും 3 ഗ്രാമ്പൂവും 2 വലിയ സൈസ് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 3 തക്കാളിയും ഒരു 15 കാഷ്യൂനട്ടും കൂടെ ചേർത്ത് ഇതൊന്ന് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബോയിൽ ചെയ്തെടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് അരിച്ചുകൂടി എടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും ഓയിലും 1 പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും ഗരം മസാലയും മുളക് പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഈ ഒരു പേസ്റ്റും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഉപ്പിടാൻ മറന്നു പോവല്ലേ. ഇനി അതിലേക്ക് ടൊമാറ്റോ സോസും ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പനീർ ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനയും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ്.